നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. പ്രഗത്ഭന്മാരായ യോദ്ധാക്കൾ പോരാട്ടം തുടങ്ങിയ അർജുനനോട് അർജുനന്റെ അമ്പുകൾ അവരെയും എല്ലാം മൂടി, അവരെയെല്ലാം മുറിവേൽപ്പിച്ചു. പലരുടെയും കഴുത്തറുത്ത് ദൂരെ എറിഞ്ഞു. ബാക്കിയുള്ളവരെ ജീവനും കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്തു. ഇനി രക്ഷയില്ല എന്നവർക്ക് ബോധ്യമായി. ജയദ്രഥൻ അർജുനനെ കണ്ടു. തന്റെ കൺമുന്നില് ഒന്നും ചെയ്യാനാകാത്ത അയാള് തകർന്നു നിൽക്കുമ്പോൾ അർജുനന്റെ ഒരൊറ്റ അമ്പ് ജയദ്രഥന്റെ തല കൊയ്തു. എന്നിട്ട് ജയദ്രഥന്റെ ശിരസ്സിനെ അയാളുടെ പിതാവ് വൃദ്ധക്ഷത്രന്റെ മടിയിൽ കൊണ്ട് ഇട്ടുകൊടുക്കുകയും ചെയ്തു. എന്തോ വീഴുന്നത് അയാള് അനുഭവിച്ചു. ഉടനെ തന്നെ വൃദ്ധക്ഷത്രൻ ചാടി എണീറ്റു. അയാൾ ജയദ്രഥന് കൊടുത്തതായ അനുഗ്രഹം വൃദ്ധക്ഷത്രന് തന്നെ ഭരിച്ചു. അങ്ങനെ അയാളുടെയും കഥ കഴിഞ്ഞു. ജയദ്രഥനെ സംരക്ഷിക്കാൻ കൗരവീരന്മാർ എല്ലാവരും ചേർന്ന് അതിശക്തമായി നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. ഇത് അധർമ്മമല്ലേ? സൂര്യൻ അസ്തമിച്ചതിന് ശേഷമല്ലേ ജയദ്രഥ വധം നടന്നിരിക്കുന്നത് എന്ന് ആളുകൾ ചിന്തിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ തമസ് മാറി, ഇരുട്ട് മാറി, സൂര്യൻ പ്രകടമായി. സൂര്യൻ അസ്തമിച്ചിട്ടില്ല. പടിഞ്ഞാറ് ചക്രവാളത്തോട് അടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അസ്തമിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടിയുണ്ട്. അർജുനൻ തന്റെ വാക്ക് സൂര്യാസ്തമനത്തിന് മുമ്പായിട്ട് ജയദ്രഥനെ സംഹരിക്കും എന്നുള്ള വാക്യത പരിപാലിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണന്റെ അനുഗ്രഹത്താൽ, കൃഷ്ണന്റെ പിന്തുണയ. അതാണ് കൃഷ്ണനോടൊപ്പം നിൽക്കുന്ന അർജുനനെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്ന് ഭീഷ്മൻ പലതവണ പറഞ്ഞത്. ദ്രോണനും പറഞ്ഞു അത് എളുപ്പമല്ല എന്ന്, സാധ്യമല്ല എന്ന്. പക്ഷേ ദുര്യോധനന് രാജ്യലോഭം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് അതൊന്നും ഉൾക്കൊള്ളാനാവില്ല. ഇപ്പോഴിതാ നേരിട്ട് കണ്ടു. കർണൻ ഉൾപ്പെടെ, കർണൻ, ശല്യൻ, കൃപൻ, അശ്വത്ഥമാവ്, ദുര്യോധനൻ, ദുശാസനൻ, എല്ലാവരെയും ഏകനായി അർജുനൻ അമ്പുകൾ കൊണ്ട് തകർത്തെറിഞ്ഞ് മുറിവേൽപ്പിച്ച് തേരിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് അർജുനൻ ഇവരെ എല്ലാം തേരിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് സകല കൗരവീരന്മാരെയും തേരിൽ നിന്നിട്ട് അമ്പുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് താഴേക്ക് തള്ളിയിട്ട് അമ്പുകളാൽ അവരെയെല്ലാം ആകെ പരവശപ്പെടുത്തി അവരെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് വളരെ വേഗത്തിൽ പറന്ന് ഉള്ളിലേക്ക് ചെന്ന് കാര്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അർജുനന്റെ ബലവും കൗരവ സേനാധിപന്മാർ എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുത്ത് നിന്നാൽ ഉണ്ടാകുന്ന ബലവും തമ്മിലുള്ള മത്സരമായിരുന്നു അത്. ഇതുകൊണ്ടെങ്കിലും ദുര്യോധനൻ മനസ്സിലാക്കണമായിരുന്നു അർജുനനെ പരാജയപ്പെടുത്താനാവില്ല എന്ന്. പക്ഷേ ദുര്യോധനന്റെ മനസ്സിൽ അത് ഭയങ്കരമായ ആഘാതമാണ് സൃഷ്ടിച്ചത്. തന്റെ പ്രതീക്ഷകളെല്ലാം മങ്ങുന്നു. കർണനെ കൊണ്ട് ദുര്യോധനൻ വിചാരിച്ചിരുന്നത് അർജുനനെ തോൽപ്പിക്കാമെന്നാണ്. കർണന് പോലും സാധിച്ചില്ല. അയാൾ തോറ്റുപോയി അർജുനന്റെ മുന്നിൽ. മറ്റ് എല്ലാവരോടുമൊപ്പം എല്ലാവരും ഒരുമിച്ച് എതിർത്തിട്ടും അവരെല്ലാം തോറ്റുപോയി. അപ്പൊ പിന്നെ എങ്ങനെയാണ് യുദ്ധം ജയിക്കുക? അയാൾ ദുഃഖിതനായി. ദുര്യോധനൻ വളരെയേറെ ദുഃഖിതനായി. ദ്രോണപർവത്തിലെ 150 അധ്യായത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിലാണ് ജയദ്രഥ വധം നടന്നത്. കുറേയേറെ അധ്യായങ്ങളുണ്ട് ജയദ്രഥ വധപർവം എന്നുള്ള ഉപപർവത്തിന്.
അതിനകത്താണ് ഈ യുദ്ധത്തിന്റെ സകല കോലാഹലങ്ങളും വളരെ വിശദമായിട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ജയദ്രഥവധം കഴിഞ്ഞു. ദുര്യോധനൻ ആകെ ദുഃഖിതനായി. അന്ന് ഇതാ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടും യുദ്ധം തുടരുകയാണ്. സൂര്യൻ അസ്തമിച്ചു. ജയദ്രഥവധം കഴിഞ്ഞു. കുറെ കഴിയുമ്പോൾ സൂര്യൻ അസ്തമിച്ചു. പക്ഷേ രണ്ട് സൈന്യവും പിന്മാറുന്നില്ല. അവര് യുദ്ധം തുടരുകയാണ്. ദുഃഖിതനായ ദുര്യോധനന്റെ ചിന്തയില് നമുക്ക് പാരുഷ്യം, അതിന്റെ ഏറ്റവും ഉത്കടമായ രൂപത്തില് കാണുവാനായി സാധിക്കും. മനസ്സിന്റെ, ചിന്തയുടെ, സങ്കല്പങ്ങളുടെ, സ്വഭാവത്തിന്റെ പാരുഷ്യം അത് ദുര്യോധനിൽ നമുക്ക് നേരിട്ട് കാണാം. ദുര്യോധനൻ ചിന്തിച്ചു. ഈ അവസരത്തില് ദുര്യോധനന്റെ അപ്പോഴുള്ളതായ നിൽപ്പ്, നടപ്പ് എങ്ങനെയായിരുന്നു? സഞ്ജയൻ ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുകയാണ്. ഈ യുദ്ധരംഗം മുഴുവൻ ഭീഷ്മപർവ്വം മുതല് വർണ്ണിക്കപ്പെടുന്നത് സഞ്ജയന്റെ വാക്കായിട്ടാണ്. സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്തിട്ടുണ്ടല്ലോ വ്യാസഭഗവാൻ. അതുകൊണ്ട് ധൃതരാഷ്ട്ര സമീപത്ത് സഞ്ജയൻ ഇരിപ്പുണ്ട്. സഞ്ജയൻ അവിടെ ഇരുന്ന് എല്ലാം കാണാം. സഞ്ജയൻ അതെല്ലാം ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുന്നു. ആ പ്രകാരത്തിലാണ് ഈ പർവങ്ങൾ, ഭീഷ്മ പർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, ഇതെല്ലാം നിബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, അശ്രുപൂർണമുഖോ ദീനോ നിരുത്സാഹോ ദുഷജ്ജയേ. അല്ലയോ മഹാരാജാവേ, ദുര്യോധനൻ ആകെ ദുഃഖിതനായി. കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് പ്രവഹിക്കാൻ തുടങ്ങി. അങ്ങനെ വിതുമ്പുന്ന ഹൃദയവുമായിട്ട് അതുവരെ യുദ്ധം ജയിക്കാനുള്ള ഉത്സാഹം അയാൾക്കുണ്ടായിരുന്നു. ആരെല്ലാം പറഞ്ഞു യുദ്ധം തുടങ്ങരുത് എന്ന്. പക്ഷെ അപ്പോഴെല്ലാം കർണം കൂടെയുണ്ട്. മഹാരഥന്മാർ അനേകം പേരുണ്ട്. വലിയ സൈന്യം തനിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പാണ്ഡവർക്കില്ല. അപ്പോൾ തനിക്ക് നിഷ്പ്രയാസമായിട്ട് ജയിക്കാം എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലും ഉത്സാഹത്തിലുമായിരുന്നു. ആ പടക്കളത്തിൽ അതിഗംഭീരമായിട്ട് വിജയ ആഘോഷം നടത്തണം, അതിന്റെ ഉത്സാഹത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ ഉത്സാഹമെല്ലാം നഷ്ടപ്പെട്ടു. എന്താ? ശത്രുക്കളെ ജയിക്കാനായിട്ട് തനിക്ക് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങി. ശത്രുക്കൾ ജയിക്കുന്നു. അവരുടെ കരുത്ത് അവർ വളരെയേറെ ഭംഗിയായിട്ട് പ്രകടമാക്കുന്നു. പിന്നെ തനിക്ക് ജയിക്കാൻ എന്താണ് സാധ്യത? ദുർമനാ നിശ്വസൻ ദുഷ്ടോ ഭഗ്നദംഷ്ട്രൈവോരക. അത്യന്തം ദുഃഖിതനായ ദുര്യോധനൻ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുകയാണ്. അയാള് വിഷപ്പല്ല് പിഴി കളഞ്ഞ പാമ്പിനെ പോലെ, ഭീമാകാരനായ പാമ്പിനെ പോലെ, ദുഷ്ടനായ പാമ്പിന്റെ വിഷപ്പല്ല് പോയി കഴിഞ്ഞാൽ ആ പാമ്പിന്റെ അവസ്ഥ എന്തായിരിക്കും? അതേ പ്രകാരത്തില് അങ്ങേയറ്റം തളർന്ന് തകർന്ന് ഒന്നും ചെയ്യുവാനുള്ളതായ ശേഷിയില്ലാതെ നിശ്വസൻ, ദുഃഖത്താൽ സുദീർഘമായി ശ്വസിച്ചുകൊണ്ട് ആഗസ്കൃത് സർവലോകസ്യ പുത്രസ്തേർത്തിം പരാമഗാത്. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പുത്രൻ അങ്ങേയറ്റത്തെ ആർത്തിയെ, ദുഃഖത്തെ പ്രാപിച്ചു. അവൻ യഥാർത്ഥത്തിലെ ഈ ലോകത്തിന് മുഴുവൻ ഉപദ്രവം ചെയ്യുന്നവനാണ്. സഞ്ജയൻ തുറന്ന് ധൃതരാഷ്ട്രനോട് പറയാണ്, ഈ ലോകത്തിന് മുഴുവൻ ഉപദ്രവം ചെയ്യുന്നവനായ അങ്ങയുടെ പുത്രൻ വളരെയേറെ വേദനിച്ചു. അവന്റെ ദുഃഖത്തിന് അതിരില്ലായിരുന്നു. എന്തൊക്കെയാ ദുഃഖത്തിന് കാരണം? ദുര്യോധനന്റെ ചിന്തകളെ, അദ്ദേഹത്തിന്റെ മനസ്സില് നിറഞ്ഞു നിൽക്കുന്നതായ ചിന്തകളെ വളരെ വിശദമായിട്ട് ആ ചിന്തകളിലൂടെ വ്യാസഭഗവാൻ ദുര്യോധനന്റെ മനസ്സിലേക്ക് നമ്മെ കൊണ്ടുപോയി ആ ചിന്തകളെ അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ദൃഷ്ട്വാ തത്കഥനം ഘോരം
സ്വബലസ്യ കൃതം മഹത്, തന്റെ സൈന്യത്തിലുള്ളവരായ, തനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരായ പ്രഗത്ഭരായിരിക്കുന്ന ആളുകളുടെ, യോദ്ധാക്കളുടെ, രാജാക്കന്മാരുടെ ആ ഭീഷണമായിരിക്കുന്ന മരണം, ആ മരണം തുടർച്ചയായി സംഭവിക്കുന്നു. അതെല്ലാം കണ്ടിട്ട് അയാള് ചിന്തിച്ചു, ആരാ തന്റെ സൈന്യത്തിലുള്ള പ്രഗത്ഭന്മാരെയെല്ലാം കൊന്നൊടുക്കിയത്? ജിഷ്ണുനാ ഭീമസേനേന സത്വതേന ച സംയുഗേ, തനിക്ക് വേണ്ടപ്പെട്ട വീരന്മാരെ എല്ലാം കൊന്നൊടുക്കിയത്. താൻ ആരിലാണോ വിശ്വാസം അർപ്പിച്ചിരുന്നത് അവരെല്ലാം സംഹരിച്ചത് ഒന്ന് ജിഷ്ണു, അർജുനൻ. ജിഷ്ണു എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ ജയിക്കുക ശീലമായിട്ടുള്ളവൻ എന്നാണ്.